ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നേക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ടോയ് ആയിട്ടാണ്. ബിഗ്ഗസ്റ്റ് ടോയ് എന്ന് വെച്ചാൽ അത്ര വലിയ ബിഗ്ഗസ്റ്റ് ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ചാനലിലെ ബിഗ്ഗസ്റ്റ് ആണിതേ. ഇത്രയും വലിയ ടോയ് നമ്മൾ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു ടോയ് കാറാണ്. ഒരു ജീപ്പ് മോഡൽ ടോയ് ആണ്. കൊച്ചിന് വേണ്ടി വാങ്ങിച്ചതാണ്. അവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ടോയ് കാർ, അതായത് ഈ ജീപ്പ് മോഡൽ ടോയ്. നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്താലോ. ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗിൽ മെയിനായിട്ട് 2 സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് മ്യൂസിക് കേൾക്കുന്നത്. ഇത് ഞെക്കി കഴിഞ്ഞാൽ മ്യൂസിക് കേൾക്കും. പിന്നെ സെൻറ്ററുള്ള ഡമ്മി സ്വിച്ചാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഡാഷ് സ്റ്റാർ എന്നുള്ള കമ്പനി നെയിം കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് കളർ ഫുൾ സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നു. പിന്നെ താഴോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ട് ബോണറ്റിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇറങ്ങി വരുവാണെങ്കിൽ ഫ്രണ്ടിൽ ജീപ്പ് എന്നുള്ള ആ എംബ്ലം കൊടുത്തേക്കുന്നു. പിന്നെ 2 ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ താഴെ നമ്പർ പ്ലേറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള ആ ലുക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. നമുക്കിനി ഈ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കിയാലോ. ഇനി ആദ്യത്തെ സ്വിച്ച് നമുക്ക് ഓണാക്കാം. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സ്വിച്ച് ഓണാക്കുകയാണ്. അന്നേരവും മ്യൂസിക് കേട്ടു. അങ്ങനെ 2 സ്വിച്ചാണുള്ളത് മ്യൂസിക് കേൾക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ലൈറ്റും തെളിയുന്നതാണ്. ഹെഡ് ലൈറ്റിൽ ലൈറ്റും തെളിയും. കുറച്ചുകൂടെ രാത്രിയാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഈ ലൈറ്റ് കാണാൻ സാധിക്കുമേ. നമുക്കിനി ബാക്കി നോക്കിയാലോ. അതുപോലെ തന്നെ പറയുന്നത് ഈ സ്റ്റിയറിങ്ങിന് താഴെയാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തേക്കുന്നത്. ഈ ബോക്സ് സ്ക്രൂ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സ്പീക്കർ വന്നേക്കുന്ന ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇടയിലാണ് കാണുന്ന ഹോളിൽ ഇതിൽ. പിന്നെ ഈ സൈഡ് വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പോട്ട് 4x4 എന്നുള്ള സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നു. ഇതാണ് വീല് വരുന്നത്, ബാക്ക് വീല്. അതിൽ വീൽ കപ്പ് വരുന്നത് സിൽവർ കളറിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലെ വീലാണ് വന്നിരിക്കുന്നത്, അതും സിൽവർ കളറിലുള്ള വീൽ കപ്പ് വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. നമുക്കിതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിങ്ങനെ കയറ്റി വെക്കാവുന്നതാണ്. ആ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചാരി ഇരിക്കാനുള്ളൊരു ബോഡി പാർട്ട് കൊടുത്തിരിക്കുന്നു, കുട്ടികൾക്ക് ചാരി ഇരിക്കാൻ വേണ്ടി. കാരണം സേഫ്റ്റിയും കൂടിയാണല്ലോ. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ് കാണുന്നത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജീപ്പ് എന്നുള്ള എംബ്ലമാണ്. അതുപോലെ തന്നെ 2 ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. അത് വർക്കിംഗ് അല്ല കേട്ടോ, ഡെമോ ആണ്. പിന്നെ നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബമ്പർ പോലെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളൊരു ബോഡി പാർട്ടും കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇതാണ് ആ നേരത്തെ പറഞ്ഞ ഹാൻഡ് റെസ്റ്റ്, ബാക്കിൽ നിന്നുള്ള ലിവർ. നമുക്കിത് പിടിച്ചുകൊണ്ട് വേണം തള്ളിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഇതിങ്ങനെ ഇറക്കുക, എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ താത്തിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും. അപ്പോൾ ഇങ്ങനെയാണ് ലിവർ വരുന്നത്. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെയും സ്പോർട്സ് 4x4 എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിലെ ടയർ, അതിൻ്റെ വീൽ കപ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിൽ പിന്നെ വലിക്കാവുന്ന ടൈപ്പുള്ള ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ അകത്തേക്ക് തിരിച്ച് കയറ്റി വെക്കാവുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത്രയുമാണ്. സെയിം തന്നെ അപ്പുറത്തെ സൈഡ് പോലെ തന്നെയാണ് ഈ സൈഡും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ്. മീറ്ററിൻ്റെ സിമ്പിൾ സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നു. പിന്നെ ചാർജിങ്ങിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് മീറ്ററിൻ്റെ സിമ്പിളും സ്റ്റിക്കറാണ്. ഇത് 3ഉം അത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതാണ് സീറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റാണ്, കുഷ്യനൊന്നുമല്ല. പിന്നെ നമുക്കിതൊരു സ്റ്റോറേജ് സ്പേസും കൂടിയാണ് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാവേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്. ഇതാണ് ബാക്കിലുള്ള സപ്പോർട്ടിങ് പാർട്ട്. ഡാഷ് സ്റ്റാർ എന്നുള്ള കമ്പനി നെയിം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ലിവർ വരുന്നത്. നമുക്ക് അങ്ങനെ നിവർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഈ ടോയ് തള്ളാൻ സാധിക്കുന്നു. വീഡിയോ എടുത്തുകൊണ്ട് മഴ പെയ്തു കേട്ടോ. അപ്പം മൊത്തം നനഞ്ഞു. പെട്ടെന്ന് തന്നെ മഴ പോയി, അതുകൊണ്ടാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പിന്നെ സൈഡിലെ സപ്പോർട്ട്. കാരണം പിള്ളേർ താഴെ പോയല്ലോ, അതിനുവേണ്ടിയുള്ള ഹാൻഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ വെട്ടുള്ള ഭാഗം ഇതിൽ നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് തിരിക്കുക. അത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ലിവറുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ട് വേണം ഇടാൻ. അപ്പോഴത്തേക്കും ഇത് ലോക്കായിക്കോളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ ലോക്കായി, ഇങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. നല്ല സേഫായിട്ട് പിള്ളേരെ നമുക്ക് സീറ്റിലിരുത്താൻ പറ്റും. പിന്നെ താഴെ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയുമാണ് മൊത്തത്തിലുള്ള ഈ ടോയുടെ റിവ്യൂ.